വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ QMS സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇത് ആർക്കാണ് യൂസ്ഫുൾ ആവുക. ഒന്നാമത്, ഇപ്പോൾ ഇതുവരെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത ട്രേഡേഴ്സിന് ഈ സിസ്റ്റം ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നീട് എന്തൊക്കെയാണ് ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ വേണ്ടതെന്നൊരു സാധനം കൂടെ ഞാൻ പറയുന്നത്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ, ഒരു സ്ട്രാറ്റജി ഉള്ള ആളുകൾക്ക് അതൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളൊരു സിസ്റ്റം ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ റാൻഡം ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കുകയാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ച് ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ QMS സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് നല്ല വശം ചീത്ത വശം പറയുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വശം എന്ന് പറയുന്നത് ഇതിൽ റാൻഡമായിട്ട് ഒരുപാട് ട്രേഡുകൾ കിട്ടാറില്ല. അതായത് നമുക്ക് കുറച്ചുകൂടെ പ്രോബബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഇതിൽ കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടിയ ട്രേഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്കൊരു 65 to 70% പ്രോബബിലിറ്റി ഉള്ള വിന്നിംഗ് പ്രോബബിലിറ്റി ട്രേഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ പ്രോബബിലിറ്റി സ്കോറൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടിയ ട്രേഡ് നമുക്ക് കിട്ടും. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ട്രേഡുകൾ ഒരു വീക്കിൽ കിട്ടാറില്ല. അപ്പോൾ നിങ്ങളൊരു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു പ്രോബ്ലം ചലഞ്ചൊക്കെ പാസ്സാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു 1 ഡേയിൽ കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി പറ്റുന്നതല്ല. എന്നാൽ നിങ്ങൾ ക്ഷമയുള്ള ആളാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടൊരു വിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെക്കാനിക്കൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ മാർക്കറ്റ് ഒരു പ്രീ ചെക്ക് ആണുള്ളത്. ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ ഈ മാർക്ക് ചെയ്യാത്ത പോയിന്റ്സിൽ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ഞാൻ എപ്പോഴും പറയുന്നുണ്ടാവും. അത് PPT തയ്യാറാക്കിയപ്പോൾ വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സെഷനിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ സെഷനിൽ അത്യാവശ്യം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. സോ ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് പറയുന്നത് ലണ്ടൻ സെഷൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ആണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റിയോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ന്യൂസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, അതായത് ന്യൂസ് അല്ലെങ്കിൽ ഇവന്റ് ഉള്ള സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഈ സ്ട്രാറ്റജിയെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിവേഴ്സ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഒരുപാട് ഫേക്ക് ബ്രേക്ക്ഔട്ട്സ് നടക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ പോയിന്റിൽ പരാമർശിച്ചിട്ടുള്ളത്, കാം ആൻഡ് ന്യൂട്രൽ മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി നിങ്ങൾ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് കാം ആൻഡ് ന്യൂട്രൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്ട്രാറ്റജിക്കും 50% വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളൂ. നമ്മൾ ആസ് എ ട്രേഡർ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നമ്മൾ തെറ്റുകൾ തിരുത്തി കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് അതിന്റെ പ്രോബബിലിറ്റി ഈ 50-ൽ നിന്ന് 60-ലേക്കോ 65-ലേക്കോ 70-ലേക്കൊക്കെ മാക്സിമം എത്തുന്നത്. ഒരു സ്ട്രാറ്റജിയും 100% പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ അത്രയും കാമായിട്ട് നമ്മളിതിനെ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചാൽ, നമ്മളെ തന്നെ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷനുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ട്രേഡ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ. അപ്പോൾ അതിന് നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതിനുവേണ്ടി ന്യൂട്രൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂട്രൽ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് $50 ആണ്. സോ എന്ത് തന്നെ സംഭവിച്ചാലും ഈ $50 അപ്പുറത്തേക്ക് ഞാൻ ലോസ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എൻ്റെ പൊസിഷൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ $50 ലോസ് ആയാലും ഞാൻ സമാധാനമായി കിടന്നുറങ്ങും. ഓക്കെ, ആ ഒരു ന്യൂട്രൽ മൈൻഡ് സെറ്റിൽ വേണം മാർക്കറ്റിൽ വരാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പാനിക്കായിട്ട് എൻട്രീസ് എടുക്കും, അതുപോലെ പാനിക്കായിട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെ കൺസിസ്റ്റന്റ് ആക്കുന്നത് നിങ്ങളുടെ ന്യൂട്രൽ മൈൻഡ് സെറ്റ് ആണ്. ന്യൂട്രൽ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിലേക്ക് കടക്കാം. എങ്ങനെ നമുക്കൊരു QMS സ്ട്രക്ചർ വാലിഡേറ്റ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, നമുക്കിതിവിടെ ഒരു QMS സ്ട്രക്ചർ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ,
എന്താണ് ഒരു ക്യൂമൽ സിസ്റ്റം സ്ട്രക്ചർ? അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, വീണ്ടും അത് താഴേക്ക് വരുന്നു, വീണ്ടും അത് മുകളിലേക്ക് പോകുന്നു, വീണ്ടും അത് ഈ ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു. കൺഫ്യൂഷൻ ഇവിടെ വേണ്ട. അപ്പോൾ ഈ ലോ ബ്രേക്ക് താഴെ വരുന്ന സമയത്ത് ഇവിടെ ട്രാപ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട്. ഇവിടെ ട്രേഡേഴ്സ് ട്രാപ്പ് ആയിട്ടുണ്ട്. സോ ഈ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തുന്ന സമയത്ത് അവിടെ ഒരു റിവേഴ്സ് പ്രോബബിലിറ്റി കൂടുതലാണ്. ഇതാണ് നമ്മൾ ക്യൂമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലിയർ ട്രെൻഡ് ലെഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ഹയർ ഹൈ ലോവർ ലോ ഒരു ഹയർ ഹൈ ലോവർ ലോ ഫോർമേഷനും ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ബേസിക്കലി എ ബിയറിഷ് ക്യൂമൽ. എന്താണുള്ളത്? ഒരു ഹയർ ഹൈ ലോവർ ലോ ഫോർമേഷൻ, ഒരു ഹയർ ഹൈ ലോവർ ലോ ഫോർമേഷനും ഇവിടെ തന്നെ ഉണ്ട്. സോ ഇതാണ് ഒരു ബിയറിഷ് ക്യൂമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ബുള്ളിഷ് ക്യൂമലിലേക്ക് വരുന്ന സമയത്ത് ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളിഷ് ക്യൂമലും ബിയറിഷ് ക്യൂമലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യൂമലിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ക്യൂമൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ളത്. സോ ഈ വീഡിയോ ക്യൂമലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ക്യൂമലിന്റെ സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാപ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ ആ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. അത് ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂമൽ ഏരിയ അൺമിറ്റിഗേറ്റഡ് ആയിരിക്കണം. അവിടെ വീണ്ടും ഒരു റീടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് എങ്ങനെ ടൈം ഫ്രെയിംസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ക്യൂമലിന്റെ ടൈം ഫ്രെയിംസ് ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ക്യൂമൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ടൈം ഫ്രെയിമുകൾ ഞാൻ പറയാണ്. അതായത് നിങ്ങൾ 5 മിനിറ്റ് ആണ് ക്യൂമൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്നത് 1 മിനിറ്റ് ആണ്. കൺഫർമേഷൻ എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ 5 മിനിറ്റ് ക്യൂമലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതായത് നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടിലാണ് ഒരു ക്യൂമൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ചാർട്ട് അതിന്റെ കൺഫർമേഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾ 50 മിനിറ്റ് ആണ് ക്യൂമൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻ ആയിട്ട്. നിങ്ങൾ 30 മിനിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ 1 അവർ അല്ലെങ്കിൽ 4 അവർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ 50 മിനിറ്റ് കൺഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ഏരിയാസ് അലൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ 4 അവറിൽ കിട്ടി അത് ചെറിയ ഡൗൺ സൈസ് ചെയ്ത് നിങ്ങൾ 1 അവറിൽ അത് ഐഡന്റിഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മിനിറ്റിൽ നിങ്ങൾക്ക് ക്യൂമൽ ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ്. സോ ഇതാണ് ബേസിക്കലി ഓക്കെ, ഇതിനാണ് ബേസിക്കലി ക്യൂമലിന്റെ ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ചെക്ക് ലിസ്റ്റ് ആണ്. പ്രോബബിലിറ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ക്യൂമൽ സിസ്റ്റം ട്രേഡ് എടുക്കുന്നു. നമ്മളിപ്പോൾ ഒരു ക്യൂമൽ ഏരിയ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഒരു ക്യൂമൽ ഏരിയ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് റിവേഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ഉപയോഗിക്കുക എന്നുള്ളത്, അതായത് ഈ ഏരിയനെ കുറച്ചുകൂടെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റീചെക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. ഒന്നാമത്തത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും സെഷൻ ഹൈയോ ലോയോ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സെഷൻ ഹൈ ഓർ ലോ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 0.1 നമുക്കൊരു പോയിന്റ് അവിടെ കൊടുക്കാം. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു 1 hour അല്ലെങ്കിൽ ഹൈ ഓർ ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും +1 പോയിന്റ് ഇടാം. ഇനി ഏതെങ്കിലും ഒരു 4 hour ഹൈ ഓർ ലോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു 0.2 ഇടാം. സോറി, ഒരു 2 പോയിന്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോബിലിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു ക്യൂമൽ ഏരിയ പറയുന്നു. ദിസ് ഈസ് എ ക്യൂമൽ ഏരിയ. ഒരു ക്യൂമൽ ഏരിയ പറയുന്നു. ഇത് ഒരു ക്യൂമൽ ഏരിയ ആണ്. മാർക്കറ്റ് ക്യാൻഡില് ഈ ക്യൂമൽ ഏരിയയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം താഴെയായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോബിലിറ്റി കൂടിയ ട്രേഡാണ്. അതായത് മാർക്കറ്റ് ഇതായിരിക്കും ക്യൂമലിന്റെ ഹൈ ആയിട്ട് നമ്മൾ വെച്ചിരുന്നതെന്ന് വിചാരിച്ചോ. ഈ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിലാണ് താഴെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പ്രോബിലിറ്റി കൂടിയ ക്യൂമൽ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മാർക്കറ്റ് ക്യൂമലിനെ ബ്രേക്ക് ചെയ്യും. ക്യൂമലിനെ ബ്രേക്ക് ചെയ്ത് കുറച്ചൊരു ഹൈ പോയതിനു ശേഷം കുറച്ചുകൂടെ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഈ ഒരു ക്യൂമൽ ഏരിയയിൽ താഴേക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യും. താഴേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടെ സ്കിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യൂമൽ സിസ്റ്റം കുറച്ചുകൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. നമുക്ക് പ്യുവർ ക്യൂമലിനെ ബേസ് ചെയ്തൊരു സാധനമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്തൊരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്യൂമൽ ഏരിയയ്ക്ക് തൊട്ട് താഴെയോ അല്ലെങ്കിൽ അടുത്തായിട്ടോ ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോബിലിറ്റി കൂടിയ ട്രേഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യൂമൽ? നമ്മൾ ക്യൂമൽ വരച്ചു. അതുപോലെ തന്നെ എങ്ങനെയാണ് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്യൂമൽ ഏരിയ വരച്ചു. ഇതൊരു ക്യൂമൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. ഒരു ക്യൂമൽ ഏരിയ വരച്ചു. പ്രൈസ് ഇതിലേക്ക് വരുന്നു. ഇവിടുന്ന് ഒരു റിവേഴ്സ് സിഗ്നൽ നിന്ന് താഴേക്ക് പോകുന്നു. പ്രൈസ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്നത് നമ്മൾ എടുക്കില്ല. മനസ്സിലായോ? ഇൻ കേസ് പ്രൈസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തരികയാണ് എന്നുണ്ടെങ്കിലും ഈ ക്യൂമൽ ഏരിയ വാലിഡേറ്റ് ചെയ്യില്ല. സോ ഇതൊരു ക്ലീൻ സെറ്റപ്പ് ആയിരിക്കണം. ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് റിവേഴ്സ് സിഗ്നൽ കാണിക്കുക, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിനു ശേഷം താഴേക്ക് ഒരു സിഗ്നൽ കാണിക്കുക. ഇതിൽ ടച്ച് ചെയ്യാത്തതോ ഇതിനകത്തേക്ക് സൈഡ് വേസ് കൺസോൾട്ടേഷൻ സോൺ മേക്ക് ചെയ്യുന്നതായിട്ടുള്ള ട്രേഡ്സ് നമ്മൾ യൂഷ്വലി എടുക്കാറില്ല. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എൻട്രി കൺഫേം ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നാമത്തെ വെച്ച് നിങ്ങൾക്ക് റിവേഴ്സൽ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടഡ് ഹാമർ പാറ്റേൺ അവിടെ ഉണ്ടോ നോക്കുക. രണ്ടാമത്തത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 5 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ക്യൂമൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ റിവേഴ്സൽ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടോ നോക്കുക. ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ നോക്കുക. അതായത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടോ നോക്കുക. ഫിബൊനാച്ചി റിയാക്ഷൻ ഉണ്ട്, അതായത് 79% ഫിബൊനാച്ചി അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അതാണ് കൺഫർമേഷൻ. എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നിങ്ങൾ നോർമലി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് കൺഫർമേഷനും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വെച്ചാൽ എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ട്രേഡ് എപ്പോഴും നമ്മുടെ ബയാസ്ഡിന്റെ, ഇതിപ്പം അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും ബുള്ളിഷ് ആയിട്ടുള്ള ക്യൂമലായിരിക്കണം ചെയ്യുന്നത്.
ബിയറിഷ് ആയിട്ടുള്ള ക്യൂമൽ ചെയ്യരുത്. അതായത് താഴേക്ക് വരുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അതായത് ഒരു 4 hour ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ട്രെൻഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിം എങ്ങനെ ട്രെൻഡ് കാണിക്കുന്നത്, കൂടുതലും നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് എപ്പോഴും ക്യൂമൽ ഏരിയയ്ക്ക് മുകളിലോ താഴെ ആയിരിക്കണം. ഓക്കെ, മുകളിലോ താഴെ എന്ന് പറയുമ്പോൾ എത്ര പോയിന്റ് മുകളിലും എത്ര പോയിന്റ് താഴെ, നമ്മളൊരു ബഫർ പോയിന്റ് എന്ന രീതിയിൽ ഒരു ബഫർ സ്റ്റോപ്പ് ലോസ് എന്നുള്ള സാധനമുണ്ട്. നമ്മൾ എക്സാക്ട്ലി നിങ്ങളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയാണ് നിങ്ങളുടെ ക്യൂമൽ ഏരിയ എന്ന് വിചാരിച്ചോ. ഈ ഏരിയക്ക് നിങ്ങൾ ഇവിടെ ആയിട്ടാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അതോ കുറച്ച് മുകളിൽ ഇവിടെ ആയിട്ടാണോ? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ചിലപ്പോൾ ഇവിടെ വരുന്നൊരു സ്വീപ്പ് എടുത്തിട്ട് നമ്മുടെ ലിക്വിഡിറ്റി എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാർക്കറ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് പോകും. സോ ഇവിടുന്ന് ഒരു 20 pips നിങ്ങൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൂട്ടി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതായത് ബഫർ പോയിന്റ് എന്ന് പറയും. നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുന്ന സമയത്ത് ആ 20 pips കൂട്ടിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒരു 3 ഇതാണെന്ന്, ഒരു 30 pips ആണെന്ന് വിചാരിക്കുക. 30 pipsനോട് ഒരു 20 pips കൂട്ടിയിട്ട് 50 pips നിങ്ങൾ ടാർഗറ്റ് അപ്പം എത്ര വരും? 100 pips. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ടാർഗറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ടാർഗറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നിങ്ങൾ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും ഫിക്സ്ഡ് ആണ്. ടാർഗറ്റ് റൂള് മാറ്റുകയോ ചെയ്യരുത്. 1:2. നിങ്ങൾ 15 മിനിറ്റ് ആണ് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 1:3 എടുത്തിരിക്കണം. 15 മിനിറ്റ് ഓർ എബോവ് നിങ്ങൾക്ക് 1:3 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ ടാർഗറ്റ് ഫിക്സ്ഡ് ആണ്. 1:3 എടുത്തിരിക്കണം. 1:2 5 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. 15 മിനിറ്റ് ഓർ എബോവിൽ 1:3 എടുത്തിരിക്കണം. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ടാർഗറ്റ് റൂൾ എന്ന് പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണ് ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം ആ ട്രേഡിനോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ട്രേഡ് പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ വെച്ചു. ഫസ്റ്റ് നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ടാർഗറ്റിന്റെ എല്ലാം ഫിഗേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. 4888 വരെ 4900 കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഫിഗേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ചാർട്ടുമായിട്ട് ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണോ ട്രേഡ് ചെയ്യുന്നത് അത് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു അലാറം വെക്കുക. നിങ്ങളുടെ P&L നിങ്ങൾ നോക്കാൻ പാടില്ല, ചാർട്ട് നോക്കാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് നോക്കാം. ഞാനത് ചാർട്ട് നോക്കുന്നതും നിർബന്ധമായിട്ട് പറയാത്തത്, ക്യൂമലിന്റെ എന്താ പറയുക, റിവാർഡിലേക്ക് എത്താൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 hour മിനിമം എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ അതിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് കൂടുതൽ കിക്കിങ് ചെയ്യും. സോ ബെറ്റർ നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് ഒഴിവാവുന്നതാണ് നല്ലത്. ഒരു 1 hourന് ശേഷം നിങ്ങൾ ഫോണിൽ അലാറം വെക്കുക. 1 hourന് ശേഷം നിങ്ങൾ ചാർട്ടിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ P&Lലേക്ക് തിരിച്ചു വരിക. നിങ്ങൾക്ക് നോക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഡിസിപ്ലിനായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഡെയിലി എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം 2 ട്രേഡ്സേ ഒരു ഡേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 1% റിസ്കിലായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പ്രോപ്പ് ഫോം ചലഞ്ച് പാസ്സാകാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് വളരെ പെട്ടെന്ന് പാസ്സാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രോപ്പ് ഫോം ചലഞ്ച് പാസ്സാകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ്സ് എപ്പോഴും ഞാൻ പറഞ്ഞത് 2 സ്റ്റെപ്പ് അക്കൗണ്ടിന്റെ കേസാണ്, വിത്ത് നോ കൺസിസ്റ്റൻസി റൂൾ. ബാക്കി
ഞാൻ ഇതിനെപ്പറ്റി മാത്രമേ എനിക്ക് കൂടുതൽ പറഞ്ഞാൽ അറിയുള്ളൂ. നിങ്ങൾ 2 സ്റ്റെപ്പ് അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ പ്രോബബിലിറ്റി കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 1% റിസ്ക് എടുക്കുക. 1% റിസ്ക് എടുക്കുന്നു. നിങ്ങളുടെ 2 സാധ്യതകളുണ്ട്. നിങ്ങൾ 1% റിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിൻ ആവാം, ലോസ് ആവാം. വിൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് 2% ആവുന്നു. ഇതിൽ ലോസ് 1% ആവുന്നു. ഇനി അടുത്ത ട്രേഡിലേക്ക് നിങ്ങൾ പോകുന്നു. ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2% റിസ്ക് ആണ്. നിങ്ങളുടെ വിൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട റിസ്ക് 2% റിസ്ക് ആണ്. 2% റിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് 4 സൈസ് അപ്പ് ആവുന്നു. നിങ്ങളുടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു നിങ്ങൾ ക്യാപിറ്റലിലേക്ക് വരുന്നു. ബാക്ക് ടു ക്യാപിറ്റൽ. ഇവിടെ 2 പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റിസ്ക് റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5% ആണ് റിസ്ക് ഉപയോഗിക്കുന്നത്. 0.5% റിസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടു ക്യാപിറ്റലിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 50% ഉള്ളത് നിങ്ങൾ 1% ലോസ് എന്നുള്ളത് നിങ്ങൾ 1.25% ലോസിലേക്ക് നിങ്ങൾ വരുന്നു. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കുന്നു. അടുത്ത ട്രേഡ് വിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും 2% റിസ്ക് ആണ് എടുക്കുന്നത്. നിങ്ങൾ ഈസിലി നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. 6%ലേക്ക് എത്തും നിങ്ങൾക്ക്. അല്ലെങ്കിൽ അടുത്ത ട്രേഡിലേക്ക് അടുത്ത ട്രേഡിലൂടെ നിങ്ങൾക്ക് ഏകദേശം 4 ട്രേഡിനുള്ളിൽ നിങ്ങൾ 8% അച്ചീവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് അക്കൗണ്ട് വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യോമൽ ഏരിയ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റമാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലെസ് എണ്ണം ട്രേഡ് കിട്ടുന്ന കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഒരു സെറ്റപ്പ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ക്യോമൽ അങ്ങനെ ഉള്ളൊരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട്